വരുമ്പോൾ ഈ നാട്ടിൽ മാറാത്ത ഒന്നേയുള്ളൂ, കിറ്റ് രാഷ്ട്രീയമാണത്. വർഷങ്ങൾക്ക് മുമ്പ് സൗജന്യ ഓണക്കിറ്റ് നൽകി അതിനെ കാരണഭൂതന്റെ കൃപ എന്ന് പാടിപ്പുകഴ്ത്തി ഒടുവിൽ കാലാവധി കഴിഞ്ഞ പപ്പടവും ക്രീം ബിസ്ക്കറ്റും പിടിക്കപ്പെടുമ്പോൾ ഇത് ഈ നാടിനെ അപമാനിക്കലാണെന്ന് പറഞ്ഞ് പ്രതിരോധിച്ച പഴയ ട്രെൻഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്നാൽ ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നും വരുന്നത് കേട്ട ഞെട്ടുന്ന ഒരു വാർത്തയാണ്. തിരുവനന്തപുരം നഗരസഭയിലെ 4000-ഓളം വരുന്ന ജീവനക്കാർക്കും കൗൺസിലർമാർക്കും മാധ്യമപ്രവർത്തകർക്കും ഇത്തവണ ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. പക്ഷെ ഞെട്ടിക്കുന്ന കാര്യം ഇതൊന്നുമല്ല. ഇതിനായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഖജനാവിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. അതെങ്ങനെ സാധ്യമായി? സാധാരണക്കാരന്റെ നികുതിപ്പണം എടുത്ത് മാമാങ്കം നടത്തുന്ന രാഷ്ട്രീയക്കാർക്കിടയിൽ കോർപ്പറേഷൻ ഫണ്ട് തൊടാതെ മേയർ കെയർ പദ്ധതിയിലൂടെ VV രാജേഷ് നടപ്പിലാക്കിയ മാസ്റ്റർ പ്ലാനിന് പിന്നിലെ രഹസ്യവും വിവരങ്ങളും എന്താണ്? നമുക്കൊരൽപ്പം പിന്നോട്ട് സഞ്ചരിക്കാം. കേരള രാഷ്ട്രീയത്തിൽ ഓണക്കിറ്റ് എന്ന വാക്ക് കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ചിത്രങ്ങളുണ്ട്. കോവിഡ് കാലത്തും അതിനുശേഷവും പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ജനങ്ങൾക്ക് സൗജന്യ കിറ്റ് കൊടുത്തത് വലിയൊരു വികസന നേട്ടമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. അതിൽ തെറ്റില്ല. ഒരു ദുരന്തമുഖത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നത് ഭരണകൂടത്തിൻ്റെ കടമയാണ്. എന്നാൽ ആ കടമയെ വ്യക്തിപൂജയാക്കി മാറ്റിയപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇന്നീ കേരളം വിളങ്ങിടും പിണറായി വിജയൻ എന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ എന്നൊക്കെയുള്ള പാട്ടുകളും പത്രങ്ങളിലെ വലിയ പരസ്യങ്ങളും നമ്മൾ കണ്ടതാണ്. കിറ്റപ്പൻ എന്ന വെളിപ്പേര് വരെ സോഷ്യൽ മീഡിയ നൽകി. പക്ഷേ ജനങ്ങളൊരു ചോദ്യം ചോദിച്ചു. ഈ കിറ്റിലെ പപ്പടത്തിന് ക്വാളിറ്റി ഇല്ലല്ലോ, സാധനങ്ങൾ പലതും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ, തീർന്നു. ആ ചോദ്യം ചോദിച്ചവനെ പിന്നെ സോഷ്യൽ മീഡിയ വെറുതെ വിട്ടില്ല. എന്തായിരുന്നു അന്നത്തെ ആ ആഖ്യാനം? പാവപ്പെട്ടവന് കൊടുക്കുന്ന കിറ്റിനെ കളിയാക്കുന്നോ, നീ നാടിനെയാണ് അപമാനിക്കുന്നത്. ഇതായിരുന്നു പഴയ ഡിഫൻസ് രീതി. ചോദ്യം ചോദിക്കുന്ന ഒറ്റപ്പെട്ട വ്യക്തിയെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അതിനുവേണ്ടി 100 കണക്കിന് സാംസ്കാരിക നായകന്മാർ രംഗത്തിറങ്ങും. അതിന് താഴെ 1000 സൈബർ ആർമികൾ കയറി ബോട്ട് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിടും. അവസാനം സത്യം വിളിച്ചു പറഞ്ഞയാൾ സ്വയം വിരണ്ടോടേണ്ട അവസ്ഥയാണ്. കാലം മാറി, ജനങ്ങളുടെ ചിന്താഗതിയും മാറി. മുൻപ് സഖാവ് ജയരാജൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ക്യാപ്സ്യൂൾ രൂപത്തിൽ വിഴുങ്ങണം എന്ന പ്ലാൻ ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി. സോഷ്യൽ മീഡിയ ഷോർട്സിൻ്റെയും റീൽസുകളുടെയും കാലത്തേക്ക് മാറിയപ്പോൾ പഴയ പ്രചാരണ രീതികളൊക്കെ കാലഹരണപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിനെയും റീൽസ് തന്ത്രങ്ങളെയും ഒരു കാലത്ത് പരിഹസിച്ചിരുന്നവർ ഇന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് കേരളത്തിലെ ഏത് പ്രമുഖ ഇടതുപക്ഷ നേതാവിൻ്റെയോ ജനപ്രതിനിധിയുടെയോ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? ഞാൻ നിയമസഭയിൽ അത് പറഞ്ഞു, ഞാൻ കോർപ്പറേഷനിൽ ഇത് ചെയ്തു, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന പോക്കിൽ റീൽസുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പ്രചാരണ രീതികളൊക്കെ മാറി, പക്ഷേ വികസനത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും കാതൽ എന്താണ് എന്ന ചോദ്യം അവിടെ തന്നെ ബാക്കി നിന്നു. ഇവിടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഭവിച്ച ഭരണമാറ്റവും പുതിയ മാറ്റങ്ങളും രാഷ്ട്രീയ കേന്ദ്രങ്ങളെപ്പോലും അമ്പരപ്പിക്കുന്നത്. BJP നേതാവായി VV രാജേഷ് തിരുവനന്തപുരം മേയറായി ചുമതലയേറ്റ ശേഷം അവതരിപ്പിച്ച പുതിയ ആശയമാണ് മേയർ കെയർ എന്ന പദ്ധതി. ഇത്തവണ ഓണത്തിനോടനുബന്ധിച്ച് 4000-ഓളം പേർക്ക്, അതിൽ നഗരസഭയിലെ സാധാരണ ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, കൗൺസിലർമാർ, മാധ്യമപ്രവർത്തകർ എന്നിവരെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഓണക്കിറ്റും ഓണക്കോടിയുമാണ് ഇവർക്ക് നൽകിയത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വ്യത്യാസം കിടക്കുന്നത്. സാധാരണയായി ഇത്തരം ആഘോഷങ്ങൾക്കോ വിതരണങ്ങൾക്കോ വേണ്ടി ലക്ഷങ്ങളും കോടികളും പൊതുഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുകയാണ് പതിവ്. എന്നാൽ ഈ പദ്ധതിക്ക് വേണ്ടി നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. നഗരത്തിലെ സന്നദ്ധ സംഘടനകൾ, വ്യവസായികൾ, പൊതുജന പങ്കാളിത്തം എന്നിവയെല്ലാം ഏകോപിപ്പിച്ചാണ് മേയർ കെയർ വഴി കിറ്റുകൾ സമാഹരിച്ചത്. കിറ്റ് കൊടുത്തു കഴിഞ്ഞ് അടുത്ത തവണ വോട്ട് തന്നിട്ടില്ലെങ്കിൽ കിറ്റ് വഴിയിൽ തടയുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾ ഇവിടെയില്ല. ഒരു കൈ നൽകുന്നത് മറുകൈ അറിയാത്ത രീതിയിൽ സുതാര്യമായി വിതരണം ചെയ്തു. ഏറ്റവും രസകരമായ കാര്യം, എന്നും മേയർക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന മാധ്യമ പ്രവർത്തകർ പോലും ഈ സീറോ കോസ്റ്റ് കിറ്റ് വിതരണം നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ടു എന്നതാണ്. ഒരു ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം എന്നാൽ എന്താണ്? ഒരു ഉദാഹരണം പറയാം. മുൻകാലങ്ങളിൽ ഓണാഘോഷം വരുമ്പോൾ അത്തപ്പൂക്കള മത്സരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും വേണ്ടി പൂക്കൾ വാങ്ങാൻ കോർപ്പറേഷൻ വൻ തുകകൾ ഇതിനു വേണ്ടി മാത്രം മാറ്റിവെക്കുമായിരുന്നു. കോടികളുടെ പർച്ചേസ് ഓർഡറുകൾ പുറത്തിറങ്ങുമായിരുന്നു. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് എന്താണ് സംഭവിച്ചത് എന്നറിയാമോ? മാപ്രകൾ ആരും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് പറയുന്നത്. ഓണാഘോഷത്തിന് ആവശ്യമായ പൂക്കൾ വിപണിയിൽ നിന്ന് കോടികൾ കൊടുത്ത് വാങ്ങുന്നതിന് പകരം 4 മാസം മുമ്പേ തന്നെ ആസൂത്രണം ചെയ്ത് കോർപ്പറേഷൻ നേതൃത്വത്തിൽ സ്വന്തമായി പൂക്കൃഷി ആരംഭിച്ചു.
കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരമന അജിത്ത്, മരാമത്ത് ചെയർപേഴ്സൺ GS മഞ്ജു എന്നിവരുടെ നേതൃത്വത്തിൽ കാലടി വാർഡിൽ പൂക്കൃഷി തുടങ്ങി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുത്തരിക്കണ്ടത്ത് ഞാറ് നട്ട അതേ ദിവസം തന്നെ ജമന്തി തൈകളും വിതരണം ചെയ്തു. അതായത് ഓണം വരുമ്പോൾ പൂവിന് വില കൂടുമെന്നും ആഘോഷങ്ങൾക്ക് വലിയ തുക ചെലവാകുമെന്നും മുൻകൂട്ടി കണ്ടുകൊണ്ട് മാസങ്ങൾക്ക് മുമ്പേ കൃഷി ചെയ്ത് സ്വന്തമായി പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് അവർ അവിടെ ഉണ്ടാക്കിയെടുത്തത്. ഇതിനെയാണ് കൃത്യമായ അഡ്മിനിസ്ട്രേറ്റീവ് വിഷൻ അല്ലെങ്കിൽ ദീർഘവീക്ഷണം എന്നൊക്കെ വിളിക്കുന്നത്. കോർപ്പറേഷന്റെ പണം വെറുതെ ദൂർത്തടിക്കാതെ പദ്ധതികൾ നടപ്പിലാക്കുന്ന രീതി. നമുക്ക് കൂടുതൽ വ്യക്തതയ്ക്കായി ഡാറ്റകളും സമീപകാല സംഭവ വികാസങ്ങളും കൂടി ഒന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം നഗരസഭ മുൻപ് ഭരിച്ചിരുന്ന ആര്യ രാജേന്ദ്രന്റെ ഭരണകാലവും നിലവിലുള്ള VV രാജേഷിന്റെ ഭരണകാലവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും 3 മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുൻപ് കത്ത് വിവാദങ്ങളും താൽക്കാലിക നിയമനങ്ങളിലെ ക്രമക്കേടുകളും ഫണ്ട് വകമാറ്റലുകളും തിരുവനന്തപുരം കോർപ്പറേഷനെ നിരന്തരം വാർത്തകളിൽ നിർത്തിയിരുന്നു. എന്നാൽ മേയർ കെയർ പോലെയുള്ള പദ്ധതികളിൽ പൊതുജനങ്ങളുടെയും കോർപ്പറേറ്റ് പങ്കാളികളുടെയും സഹകരണത്തോടെ ഫണ്ട് ശേഖരിക്കുകയും കോർപ്പറേഷൻ ഖജനാവ് സുരക്ഷിതമാക്കുകയും ചെയ്യുന്നു. മുൻപ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി 5000-ലധികം സ്കൂൾ കിറ്റുകളും മേയർ കെയർ വഴി കോർപ്പറേഷൻ ഫണ്ട് ഉപയോഗിക്കാതെ നൽകിയിട്ടുണ്ട്. വെറും ഒരു കിറ്റ് കൊടുക്കൽ രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇപ്പോഴത്തെ ഭരണം. അടുത്തിടെ തലസ്ഥാനത്ത് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച തട്ടുകടകൾ, അനധികൃത കെട്ടിട നിർമ്മാണങ്ങൾ എന്നിവയ്ക്കെതിരെ മേയർ VV രാജേഷ് നേരിട്ടിറങ്ങി സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കർശന നടപടികൾ എടുക്കുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. നഗരത്തിലെ മാലിന്യ പ്രശ്നത്തിനും ട്രാഫിക് കുരുക്കിനും കാരണമാകുന്ന ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്. പഴയ ഭരണസമിതികൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ 1000 ഇരട്ടിയാക്കി PR നൽകി പരസ്യം ചെയ്തിരുന്നെങ്കിൽ ഇവിടെ നിശബ്ദമായി കൃത്യമായ ആസൂത്രണത്തോടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഒരു അഴിമതി ആരോപണത്തിനും ഇട നൽകാതെ പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതൊരു വെല്ലുവിളി തന്നെയാണ്. അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾ തീർച്ചയായിട്ടും വിലയിരുത്തും. അത് മറ്റൊരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തിരുവനന്തപുരത്തെ ഈ നല്ല മാറ്റത്തെ, ഈ അഭിമാന നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെക്കുറിച്ചുള്ള മാപ്രകളുടെ ഒരു സമീപനത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ വിലയിരുത്തലുകൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.